വെർച്വൽ അറസ്റ്റിലൂടെ ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശികളായ വൃദ്ധ ദമ്പതികളിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമം. സൈബർ തട്ടിപ്പുകാരുടെ പദ്ധതി കോട്ടയം സൈബർ പോലീസിൻ്റെയും ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുടെയും സമയോചിതമായ ഇടപെടലിലൂടെ തടഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശികളായ വൃദ്ധ ദമ്പതികളുടെ അക്കൗണ്ട് മുഖേന പരിധിയിൽ കവിഞ്ഞുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ആയത് രാജ്യവിരുദ്ധ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയെന്നും വെർച്വൽ അറസ്റ്റിലാണെന്നും പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സാപ്പ് വഴി വീഡിയോ കോളിൽ വന്ന തട്ടിപ്പുകാർ അറിയിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ 50 ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. അതിൻ പ്രകാരം ഇന്നലെ ഇവർ ചങ്ങനാശ്ശേരി ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടിരുന്ന 50 ലക്ഷം രൂപ പിൻവലിച്ച് രാജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ICICI ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് അയക്കുവാൻ ബാങ്ക് മാനേജരെ സമീപിക്കുകയായിരുന്നു. സംശയം തോന്നിയ ബാങ്ക് മാനേജർ ശ്രീവിദ്യ ICICI ബാങ്കുമായി ബന്ധപ്പെടുകയും പ്രസ്തുത അക്കൗണ്ട് ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇടപാട് നടത്താതെ ദമ്പതികളെ തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് വീണ്ടും ദമ്പതികൾ ബാങ്കിലെത്തി ICICI ബാങ്ക് അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ അയക്കാൻ ബാങ്ക് മാനേജറെ നിർബന്ധിക്കുകയായിരുന്നു. ഈ വിവരം ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റും റീജിയണൽ മാനേജറുമായ ജയചിത്രൻ KT സൈബർ പോലീസ് സ്റ്റേഷൻ SHOയെ അറിയിച്ചു. ഇതുപ്രകാരം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPSന്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിലെത്തി വൃദ്ധദമ്പതികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തട്ടിപ്പിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു. ഈ സമയം അത്രയും ദമ്പതികൾ വെർച്വൽ അറസ്റ്റിലായിരുന്നു. പോലീസ് ഇടപെട്ടുവെന്ന് ബോധ്യപ്പെടുന്നതിനെ തുടർന്ന് തട്ടിപ്പുകാർ കോൾ കട്ടാക്കി മുങ്ങുകയായിരുന്നു.